കേറുന്നില്ലേ? ഇല്ല, പോണം. അങ്ങോട്ട് തന്നെ ആയിരിക്കുമല്ലേ? ഹേയ്, എനിക്ക് 1-2 പർച്ചേസ് ഉണ്ട്. ആ, then okay. അമീസ്, എന്തുണ്ട്? പ്രത്യേകിച്ചൊന്നുമില്ല അങ്കിൾ. ഓക്കെ, ബൈ. മാം, എന്താ? സ്നേഹി എനിക്ക് ഓക്കെയാന്ന് പറഞ്ഞത് ശരിക്കും മനസ്സിലങ്ങനെ തോന്നിയിട്ടല്ലേ? അല്ലാതെ ഞാൻ വിഷമിക്കുന്നു കരുതിയിട്ടല്ലല്ലോ അല്ലേ? കുട്ടിക്കളി കുറച്ച് കൂടുന്നുണ്ട് നിനക്ക്. എന്നാലും ശരിക്കും ഒന്ന് പോടെ ചക്ക, അല്ലെങ്കിൽ അടി കിട്ടുവേ. ശരി. അങ്കിൾ എന്താ അമ്മ പറഞ്ഞത്? അത് കുട്ടികൾ അറിയേണ്ട കാര്യമല്ല. സാരംഗ് എന്നെ ഷോപ്പിൽ ഡ്രോപ്പ് ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല. ഞങ്ങൾ ഷോപ്പിന് പുറത്ത് ചുമ്മാ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോ ട്യൂഷൻ കഴിഞ്ഞ് അവിടേക്ക് യാമി എത്തി. അവർ രണ്ടുപേരും കൂടെ അപ്പൊ തന്നെ പോവുകയും ചെയ്തു. ഞാൻ വണ്ടി കയറാൻ മടിച്ചപ്പോ സാരംഗിനൊരു ചോദ്യം. രഞ്ജിത്ത് എന്തെങ്കിലും കരുതുമെന്ന് തോന്നിയിട്ടാണോ എന്ന്. ഇതെന്താ വല്ലാത്തൊരു സൈലൻസ്? സാറിങ്ങനെ ഡ്രോപ്പ് ചെയ്തത് ഇഷ്ടായില്ലേ? മതി പറഞ്ഞത്. ഇനി കുറച്ചു നേരം ഒന്ന് മിണ്ടാതിരിക്കാവോ? രഞ്ജിത്ത്, എന്താ ഈ കാണിക്കുന്നേ? രഞ്ജിത്ത്, വണ്ടി നിർത്ത്. നിർത്താൻ. രഞ്ജിത്ത്, സോറിയടോ. ഇനി ഇങ്ങനെ ഉണ്ടാവില്ല. ഏയ്, അങ്ങനെയല്ല. ഒരുപാടങ്ങ് കേൾക്കുമ്പോ എന്തോ ഞാനൊരു പച്ച മനുഷ്യനല്ലേടോ. സോറി. ഇനി ഈ കാര്യം നമ്മൾ തമ്മിൽ സംസാരിക്കണ്ട കേട്ടോ. ഇല്ല. അമ്മേ, അമ്മേ, വാതിലൊന്ന് തുറന്നേ. അമ്മേ, അമ്മ ഒന്ന് തുറന്നേ. അമ്മ, വാതിലൊന്ന് തുറക്ക്. അമ്മയൊന്ന് തുറക്കമ്മ. എന്താ മോളെ? എന്ത് കാര്യമാണെങ്കിലും രാവിലെ പറഞ്ഞാ പോരെ നിനക്ക്? അച്ഛൻ കിടന്ന് ഉറങ്ങാ. എനിക്കൊന്നും പറയാനില്ല. ദേ, ഫോണിൽ അരുണങ്കളാ. അരുണോ? ആ, അമ്മയോട് എന്ത് ചോദിക്കണം, അത്യാവശ്യമാണെന്ന്. അമ്മയുടെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. ഹലോ. സോറി മാം, രാത്രി ബുദ്ധിമുട്ടിച്ചതിൽ ഒന്നും തോന്നരുത്. എന്തെങ്കിലും അത്യാവശ്യമുണ്ടോ അരുൺ? അത് പിന്നെ മാമിനോടൊരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. എന്താ? സ്നേഹ എന്നെ അവളുടെ കുറച്ച് ഫ്രണ്ട്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ പോവാലോ അല്ലേ? ഇതിനൊക്കെ എന്റെ അനുവാദം ചോദിക്കണോ?
അതും ഈ പാതിരാത്രിയില്. പോകാം, പക്ഷേ മാം ഒന്ന് എസ് പറഞ്ഞാല് അതെനിക്കൊരു ബലവും. നിന്റെ കാര്യം കഷ്ടമാണ് കേട്ടോ. പിന്നെ ഞാൻ നാളെ പോകുമ്പോൾ ഏത് ഡ്രസ്സാണ് ഇടണ്ടേ? കഴിഞ്ഞ മാസം മാം എനിക്കൊരു ഷർട്ട് മേടിച്ചു തന്നില്ലേ, ഒരു ബ്ലൂ കളർ, അതിട്ടാ മതിയോ? ഡോക്ടർ അരുൺ തന്നെയല്ലേ ആളുകൾ നിന്നെ വിളിക്കുന്നത്? എന്നിട്ടാണ് അംഗൻവാടിയിലെ കുട്ടികളെ പോലെ ഓരോ ചോദ്യം. ഏതാന്ന് വെച്ചാൽ ഇട്ടിട്ട് പോ. ഇനി എന്നെ വിളിക്കാൻ നിൽക്കല്ലേ. അതെ, ആമിയോട് സോറി പറഞ്ഞേക്ക്. ഞാൻ എല്ലാവരും ഉറക്കം കളഞ്ഞു അല്ലേ? കളഞ്ഞു. ഇതിനൊക്കെ നല്ല ചുട്ട അടിയാ മറുപടി. ഫോൺ വെച്ചിട്ട് പോയേ. എന്താ അമ്മേ? അവന് വട്ട നാളെ എവിടെ പോവാനുണ്ടെന്ന്. അതിന് ഏത് ഡ്രസ്സാ ഇടണ്ടെന്ന് ചോദിക്കാൻ വിളിച്ചതാ. അങ്കിൾ ഇടുന്ന ഡ്രസ്സ് അമ്മയാണോ തീരുമാനിക്കുന്നത്? അവന്റെ ഒരു ശീലങ്ങൾ കേട്ടാലേ ചിരിക്കാനേ നേരം ഉണ്ടാവുള്ളൂ. മോള് പോയി കിടന്നോ. എന്താടോ? അരുൺ മോളുടെ ഫോണിൽ വിളിച്ചതാ, ഒരു അത്യാവശ്യ കാര്യം പറയാനായിട്ട്. സാരംഗില്ലേ? ഉണ്ട്, വരൂ സർ. ആ, ഗുഡ് മോർണിംഗ് രഞ്ജിത്ത്. ഗുഡ് മോർണിംഗ്. ഞാൻ രാവിലെ തന്നെ സാരംഗിനെ ഒന്ന് ബുദ്ധിമുട്ടിക്കണമെന്ന് കരുതി ഇറങ്ങിയതാ. സുമേ, സാറിനെ ഒന്ന് വിളിക്ക്. വരൂ, ഇരിക്കടോ. പറ, എന്താ വിഷയം? മൈഥിലിക്ക് കേട്ട പ്രത്യേകിച്ച് ഒരു ഐഡിയയും കിട്ടില്ല. ഒട്ടും ഇഷ്ടമില്ലാത്തൊരു വിഷയം ഞങ്ങളുടെ ഫീൽഡിലെ. എന്റെ പൊന്നെ, എനിക്ക് കേക്കണ്ടേ? ആ, രഞ്ജിത്തോ? ആ, ഗുഡ് മോർണിംഗ് സാരംഗ്. ആ, ഗുഡ് മോർണിംഗ്. എന്താടോ? നിങ്ങൾ സംസാരിക്ക്, ഞാനിപ്പോ വരാം. ഇരിക്കടോ. പറയടോ. ആദ്യമേ തന്നെ ഞാനൊരു സോറി പറയുന്നു, ഇങ്ങനൊരു വരവ് വരേണ്ടി വന്നതിൽ. താൻ അല്പം സീരിയസ് ആണല്ലോ. ആക്ച്വലി ഇത് ഞാൻ എൻ്റെ സ്വന്തം തീരുമാനത്തിൽ വന്നതല്ല. ഞങ്ങളുടെ കമ്പനിയിലെ എല്ലാ സ്റ്റാഫിനും ഒരു റിക്വസ്റ്റ് ഉണ്ട്. നിങ്ങളുടെ കമ്പനിയിലെ എല്ലാ സ്റ്റാഫിനും എന്നോടൊരു റിക്വസ്റ്റോ? വളരെ സ്ട്രേഞ്ച് ആണല്ലോ. കൊട്ടാരം ബിൽഡേഴ്സിന്റെ ഇപ്പോഴത്തെ അവസ്ഥ സാരംഗിന് കൃത്യമായിട്ട് അറിയാലോ. മുനിസിപ്പൽ സ്റ്റേഡിയത്തിന്റെ ഒരു കോൺട്രാക്ട് ഞങ്ങളുടെ മുമ്പിലുള്ള ആകെ ഒരു പ്രതീക്ഷ. അവിടെ ഞങ്ങളുടെ ഒപ്പോണന്റ് താനാണ്. ഓപ്ഷൻ അതിന് കഴിഞ്ഞില്ലല്ലോ. ഇല്ല, പക്ഷെ നാച്ചുറലി കൊട്ടാരം ബിൽഡേഴ്സ് കോട്ട് ചെയ്തതിന്റെ വളരെ താഴെയായിരിക്കും സാരംഗിന്റെ കമ്പനി കോട്ട് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ആ പ്രോജക്റ്റ് ഞങ്ങൾക്ക് നഷ്ടപ്പെടും. അങ്ങനെ വന്ന കമ്പനി പൂട്ടും. പെട്ടെന്ന് കുറേ പേർക്ക് തൊഴിലില്ലാതാവും. അതുകൊണ്ട് താൻ ഈ പ്രോജക്റ്റിൽ നിന്ന് വിഡ്രോ ചെയ്യണമെന്ന് പറയാനാ അവരെന്നെ ഇങ്ങോട്ട് അയച്ചത്.
തന്റെ ബിസിനസ് സാമ്രാജ്യം ഇങ്ങനെ നീണ്ടു പരണ്ട് കിടക്കല്ലേ, അതിനിടയിൽ ഇതൊരു പ്രശ്നമാണോ? ആ. താങ്ക്സ്. സി രഞ്ജിത്ത്, ഞാൻ തുറന്നു പറയുന്നതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നും തോന്നരുത്. ഇപ്പൊ താൻ എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത് ഒരു ഗെയിമാണ്. ഗെയിമോ? എന്ത് ഗെയിം? കൊട്ടാരം ബിൽഡേഴ്സിലെ സ്റ്റാഫുകൾ എല്ലാവരും കൂടി എനിക്കൊരു നിവേദനം തരാൻ തന്നെ ഏൽപ്പിച്ചിരിക്കുന്നുവെന്ന്. ഐ കാൺ ബിലീവ്. ഇനി അഥവാ സ്റ്റാഫുകൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടി അത് നിങ്ങളുടെ ബിൽഡറുടെ ബുദ്ധിയാ. ഞാൻ ഈ ഓപ്ഷനിൽ നിന്ന് പിന്മാറിയാൽ അയാൾക്കത് ഈസി ആയിട്ട് കൈയടക്കാം. അങ്ങനെയല്ല സാറേ. മുന്നോട്ട് വെച്ചൊരു കാൽ പിന്നോട്ടെടുക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. നമ്മുടെ ഫീൽഡ് വെല്ലുവിളികൾ നിറഞ്ഞതാ. അത് നേരിട്ട് ഏറ്റെടുക്കുന്നതിന് പകരം ഇത്തരം ദൂതുകളുമായിട്ട് ആളുകളെ വിടരുതെന്ന് പറയണം നിങ്ങളുടെ MD-യോട്. താൻ പറഞ്ഞത് ശരിയാ. എനിക്കിതിൻ്റെ 1000 പ്രോജക്റ്റുകളിൽ ഒന്ന് മാത്രമാണ്. എനിക്ക് വേണമെങ്കിൽ ഒരു വിട്ടുവീഴ്ച കാണിക്കാം, പക്ഷേ ഞാൻ കാണിക്കില്ല. അങ്ങനെ കാണിച്ച ശീലമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നതും താൻ ഇവിടെ എനിക്കെതിരെ ഇരുന്ന് റിക്വസ്റ്റ് ചെയ്യുന്നതും. ഐ എം സോറി രഞ്ജിത്ത്. നമ്മുടെ സൗഹൃദം വേറെ, ബിസിനസ് വേറെ. തന്നെ ബുദ്ധിമുട്ടിക്കേണ്ടി വന്നതിൽ സോറി. എന്നാ ഞാൻ ഇറങ്ങട്ടെ മൈഥിലി. ആ പിന്നെ രഞ്ജിത്തെ, കമ്പനി പൂട്ടിപ്പോയാലും താൻ ടെൻഷൻ അടിക്കണ്ട. തനിക്കുള്ള സീറ്റ് എൻ്റെ കമ്പനിയിൽ കൺഫേമാ. താങ്ക് യു. ആ കേക്ക്. അല്ല, വീട്ടിലാ. പറഞ്ഞു. എന്നെ കുറിച്ച് എന്ത് പറഞ്ഞു തന്റെ ഫ്രണ്ട്സ്? അവര് പ്രത്യേകിച്ച് എന്ത് പറയാനാ? ഞാൻ ഒരാളെ ഇഷ്ടമാണെന്ന് പറഞ്ഞു, ഇൻട്രൊഡ്യൂസ് ചെയ്തു, അത്ര തന്നെ. അല്ലാതെ താങ്കൾ എന്നെ മൈഥിലി ചേച്ചിയുടെ മുന്നിൽ കൊണ്ടുപോയതുപോലെ മാർക്കിടാനുള്ള ഉദ്ദേശമൊന്നും ഉണ്ടായിരുന്നില്ല. ഓ അങ്ങനെ. അല്ല, മൈഥിലി ചേച്ചി എന്നെ ഇഷ്ടമല്ലായിരുന്നു എന്ന് പറയുമായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യവും ചേച്ചി വേണ്ടെന്ന് പറയില്ല. എന്നാലും ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിലോ? അതൊരു കുഴപ്പമുണ്ടാക്കുന്ന ചോദ്യമാണ്. എടോ, ഞങ്ങൾ ഈ അനാഥ പിള്ളേർക്ക് ഒരു കുഴപ്പമുണ്ട്. സ്നേഹത്തിൻ്റെയോ കരുതലിൻ്റെയോ ഒരു തരി എവിടെയെങ്കിലും വീണ് കിട്ടിയാൽ അതങ്ങനെ തന്നെ എടുത്ത് നെഞ്ചിനകത്തേക്ക് ചേർത്ത് വയ്ക്കും. ഡൊമിനിക് അച്ഛൻ കഴിഞ്ഞാൽ പിന്നെ മനസ്സറിഞ്ഞ് സ്നേഹിച്ചിട്ടുള്ള ഒരാൾ മൈഥിലി ചേച്ചി. ചേച്ചിയോട് സംസാരിച്ചിരിക്കുമ്പോൾ ഞാൻ ഒരിക്കലും എൻ്റെ കുറവുകൾ അറിയാറില്ല. ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ബന്ധുക്കൾ എനിക്കാണെന്ന് തോന്നുന്നു. ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സ്നേഹിക്കപ്പെടുന്നത് ഞാനാണെന്ന് തോന്നുന്നു. ആദ്യമൊക്കെ എൻ്റെ കാര്യങ്ങൾ ഞാൻ എന്തെങ്കിലും അഭിപ്രായം ചോദിക്കുമ്പോൾ ചേച്ചി എന്നെ കളിയാക്കുമായിരുന്നു. പിന്നെ പിന്നെ ചേച്ചിക്ക് അതൊരു ശീലമായി. ചേച്ചിയുടെ മോളില്ലേ യാമി, അതിന് തൊട്ട് മൂത്തൊരു സ്ഥാനം അങ്ങനെ കാണുന്നുണ്ടെന്നാ എനിക്ക് തോന്നിയിട്ടുള്ളത്. പോയി പോയി എനിക്കൊരു കാര്യം ഫിക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചേച്ചിയുടെ അഭിപ്രായം ഇല്ലാണ്ട് പറ്റില്ല. താൻ ഈ ഷർട്ട് കണ്ടു? ഇന്നലെ രാത്രി ഞാൻ ചേച്ചിയെ വിളിച്ചു ചോദിച്ചു തൻ്റെ ഫ്രണ്ട്സിനെ കാണാൻ പോകുമ്പോൾ ഞാൻ ഏത് ഷർട്ട് ഇടണ്ടേന്ന്. മൈ ഗോഡ്, ഇത്രയും ഡീപ്പോ? ചേച്ചിക്ക് എന്നെ നന്നായിട്ട് അറിയാം. എനിക്ക് എന്തൊക്കെയോ ആരൊക്കെയാണ് ചേച്ചി. കാണാൻ കൊള്ളാവുന്നൊരു പെണ്ണ് ഞാൻ തന്നെ പ്രേമിക്കുന്നു എന്ന് പറഞ്ഞ് മുമ്പിൽ നിൽക്കുമ്പോ
എന്നെ കുറിച്ചൊരു വാചകം സംസാരിക്കാനുണ്ടോ? മൈഥിലി ചേച്ചി, മൈഥിലി ചേച്ചി. അവസാനമേ എനിക്ക് അവരോട് അസൂയാവും കേട്ടോ. ഏയ് താനൊന്ന് അടുത്ത് നോക്ക്, അപ്പൊ മനസ്സിലാവും എന്റെ ചേച്ചിയുടെ ക്വാളിറ്റി. ശരി, അടുത്തിട്ട് ഞാൻ അഭിപ്രായം പറയാം. അല്ല, ഇനി നമുക്ക് എന്തേലും പറഞ്ഞാലോ? എന്ത്? ഒരു കാര്യം ചെയ്യും, എന്നോട് എന്താ സംസാരിക്കേണ്ടതെന്ന് ചേച്ചിയോടൊന്ന് വിളിച്ചു ചോദിക്കും, എന്നിട്ട് തുടങ്ങാം. ഇനി എന്തിനൊക്കെ അനുവാദം ചോദിക്കേണ്ടി വരുമോ ആവോ. പോണ്ടായിരുന്നു. ബിസിനസിന്റെ കാര്യം പറഞ്ഞ് തുടങ്ങിയ പരിചയമുള്ള ഒരാളാണ് മുമ്പിലിരിക്കുന്നെന്ന് പോലും സാരംഗ് മറക്കും. പിന്നെ അയാൾ പറയുന്ന വാക്കുകൾക്കൊക്കെ വല്ലാത്ത മൂർച്ചയാ. ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനി അയാൾക്ക് വളരെ നിസ്സാരമായിരിക്കും. പക്ഷേ വർഷങ്ങളായി ഞാൻ ശമ്പളം വാങ്ങുന്ന ഒരു സ്ഥലം എനിക്കത്ര നിസ്സാരമല്ല. എനിക്ക് മാത്രമല്ല, അവിടുത്തെ ശമ്പളം കൊണ്ട് ആഹാരം കഴിക്കുന്ന ആർക്കും. പണത്തിന്റെയും ബിസിനസിന്റെയും കാര്യത്തിൽ സാരംഗിനെ നന്നായിട്ട് അറിയാവുന്ന എപ്പോഴും പറയുന്ന ആളല്ലേ. പിന്നെന്താ പെട്ടെന്ന് ഇങ്ങനെ ഷോക്കാവാൻ? അത് പറഞ്ഞാൽ തനിക്ക് മനസ്സിലാവില്ല. കമ്പനി നിലനിർത്താൻ അവർ നന്നായി ശ്രമിക്കുന്നുണ്ട്. അത് അവർക്ക് വേണ്ടി മാത്രമല്ല, ഞങ്ങൾക്കും കൂടി വേണ്ടിയാ. എന്നിട്ടും ഞാൻ മൈഥിലിയോടൊന്ന് പറഞ്ഞിട്ട് സാരംഗിനോടൊന്ന് സംസാരിപ്പിച്ച. അതിലും ഭേദം തനിക്ക് എന്തെങ്കിലും തന്നെ എന്നെ അങ്ങ് കൊന്നൂടെ? അതാ വഴിക്ക് അങ്ങ് പോട്ടറോ. കമ്പനി പൂട്ടുന്നെങ്കിൽ അങ്ങ് പൂട്ടട്ടെ, നമ്മളല്ലാതെ എന്ത് ചെയ്യാനാ? ഡോണ്ട് വറി, രഞ്ജിത്തിന്റെ ഈ ടെൻഷൻ വെറുതെയാണെന്നാ എനിക്ക് തോന്നുന്നത്. കമ്പനി നിലനിർത്താനുള്ള നീക്കങ്ങൾ അവർ ചെയ്തോളും. ആ, ഒന്നും നടക്കില്ല എന്ന് ബോധ്യമായ പിന്നെ വിട്ടുകളയുന്നല്ലേ നല്ലത്. നടക്കുന്ന കാലം നടക്കട്ടെ. എന്നാലും എന്റെ മനസ്സിൽ നാം നീറ്റലങ്ങ് പോകുന്നില്ലടോ. കുറച്ച് ക്രൂരായി പോയിട്ടോ ഉം? രഞ്ജിത്തിനോട് സംസാരിച്ചതേ. അല്ല, ഈ ബിസിനസ്സുകാർക്ക് മനസാക്ഷി എന്ന് പറഞ്ഞ ഒന്നില്ലേ? എങ്ങനെ ആളുകളെയൊക്കെ ഇത്രയും വേദനിപ്പിക്കാൻ പറ്റുന്നത്? എനിക്ക് കേട്ടിട്ട് തന്നെ എന്തോ പോലെ തോന്നാം. ബിസിനസിന്റെ മലയാളം എന്താടോ? കച്ചവടം. കച്ചവടത്തിൽ നഷ്ടം വരുന്നവരുണ്ട്. പക്ഷെ നഷ്ടത്തിന് വേണ്ടിയാണോ കച്ചവടം കണ്ടുപിടിച്ചത്? അല്ല, ലാഭത്തിന് വേണ്ടിയാ. അപ്പൊ നഷ്ടപ്പെടണമെന്ന് പറയുന്നവരോട് എന്താ പറയുക? അവര് നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരല്ലേ. ഞാൻ അതുകൊണ്ടാ പറഞ്ഞത്. അയാളൊരു സഹായം ചോദിക്കട്ടെ, ഞാൻ നിഷേധിക്കില്ല. അയാളും അനാമികയും കൂടി ഇങ്ങോട്ട് വന്നാൽ ഞാൻ വളരെ മാന്യമായിട്ട് തന്നെ പെരുമാറും. പക്ഷേ എന്റെ ബിസിനസ്, അതിനിപ്പോ അവരെന്നല്ല താൻ പോലും തടയാൻ ശ്രമിച്ചാലും ഞാൻ സമ്മതിച്ചു തരില്ല. സോറി. പറ്റിപ്പോയതല്ലാന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. രഞ്ജിത്തിന് വേണ്ടിയിട്ടുള്ള പാരം വീട്ടില. ഓക്കെ, നമുക്ക് ഈ പ്രോബ്ലം അങ്ങ് പരിഹരിക്കാം. താൻ ഒരു കാര്യം ചെയ്യും, അവിടെ പോയിട്ട് രണ്ടുപേരോടും നാളെ വൈകുന്നേരം നമ്മുടെ വീട്ടിലോട്ട് വരാൻ പറ. നമുക്കൊരു പാർട്ടി കൊടുക്കാം. വേണ്ട വേണ്ട, ഇവിടെ പറഞ്ഞതിന്റെ ഒക്കെ ബാക്കി അവിടെയും പറയാനല്ലേ. അല്ലടോ, ഒരുമിച്ച് കുറച്ചു നേരം ഇരിക്കുമ്പോ അതൊക്കെ അങ്ങ് തീർന്നോളും. എന്നാ ഞാൻ പോവാം.
എന്തിനാ മൈഥിലി ഇങ്ങോട്ടൊന്ന് ബുദ്ധിമുട്ടിയേ? ഫോൺ വിളിച്ചപ്പോ ഞാൻ പറഞ്ഞതല്ലേ ഞങ്ങളൊരു 15 മിനിറ്റിനുള്ളിൽ തിരിച്ച് വീട്ടിലേക്ക് എത്തുമെന്ന്. അത് സാരമില്ല. എനിക്ക് നിങ്ങളെ ഇപ്പൊ തന്നെ കാണണം തോന്നി. തെറ്റാണോ? ഒരിക്കലും ഇല്ല. സോറി രഞ്ജിത്ത്. സാരംഗിനോട് ഞാൻ പറഞ്ഞു രഞ്ജിത്തിനോട് സംസാരിച്ച രീതി ശരിയായില്ലെന്ന്. ഏയ്, എനിക്കങ്ങനെയൊന്നും ഫീൽ ചെയ്തില്ല. ഞാൻ എൻ്റെ ഒരു ആവശ്യം പറഞ്ഞു. അയാൾ അയാളുടെ കാര്യം പറഞ്ഞ് അത് നിഷേധിച്ചു. ഉള്ളവനും ഇല്ലാത്തവനും തമ്മിൽ ഇത്തരം തർക്കങ്ങളൊക്കെ സ്വാഭാവികമല്ലേ? ഉള്ളവൻ ജയിക്കുന്നതും സ്വാഭാവികം. തനിക്ക് വല്ലാതെ ഫീൽ ചെയ്തിട്ടുണ്ട്. എന്ത് ചെയ്യാനാ? വേറെ ഏത് കാര്യത്തിനും സാരംഗിനെ അങ്ങോട്ട് ഉപദേശിക്കാം, അനുസരിപ്പിക്കാം. ബിസിനസിന്റെ കാര്യത്തില് ഞാനോ മക്കളോ പറഞ്ഞാൽ പോലും ഒരു വിട്ടുവീഴ്ചയില്ല. താനത് മനസ്സിൽ വെക്കല്ലേട്ടോ.